നമ്മൾ ഒന്ന് മൗലിദ് ഏതാ? മങ്കൂസ് മൗലിദ് അല്ലേ? അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ ഏറ്റവും അള്ളാഹു തആല ഉന്നത സൃഷ്ടിയായിട്ടും ഏറ്റവും കൂടുതൽ അള്ളാഹു തആല സ്നേഹിച്ച വ്യക്തി ആരാണ്? അതുകൊണ്ടാണ് അള്ളാഹു തആലയെ നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയത് അല്ലേ? നമ്മൾ പാട്ടിലൂടെ ഒക്കെ പഠിച്ചില്ലയോ, അള്ളാഹെ കാണാൻ എവിടെയേ പറ്റത്തുള്ളൂ? സ്വർഗത്തിൽ വെച്ചേ കാണാനൊക്കത്തുള്ളൂ. ആരെ കാണാൻ? അള്ളാഹുവിനെ. ആ പാട്ട് നമ്മൾ പഠിച്ചില്ലയോ? ഏത് പാട്ടിലാണ് പഠിച്ചെന്നറിയോ? സ്വർഗത്തിൽ വെച്ച് കാണാൻ പറ്റുമെന്നുള്ളത്. വീട് നല്ല വീട്, എൻ്റെ സ്വന്തം വീട്, ഉപ്പയുള്ള വീട്, ഉമ്മയുള്ള വീട്, സ്നേഹമുള്ള വീട്, നന്മയുള്ള വീട്, റബ്ബ് തന്ന വീട്, എൻ്റെ സ്വന്തം വീട്. പരലോകത്തൊരു വീടുണ്ട്, സ്വർഗമതെന്ന വീടുണ്ട്, പാലാറവിടെ ഒഴുകുന്നു, തേനാറവിടെ ഒഴുകുന്നു, മധുരഫലങ്ങൾ വിളയുന്നു, റബ്ബിനെ നേരിൽ കാണുന്നു, ആശകളെല്ലാം വീഴുന്നു, എന്നുടെ ലക്ഷ്യം അതേ സ്വർഗം. ഇപ്പോൾ പഠിച്ചില്ലേ അത്? അപ്പൊ അള്ളാഹുവിനെ കാണാൻ എവിടെ വെച്ചേ പറ്റത്തുള്ളൂ? സ്വർഗത്തിൽ വെച്ചേ പറ്റത്തുള്ളൂ. എവിടെ വെച്ചേ പറ്റത്തുള്ളൂ? സ്വർഗത്തിൽ വെച്ചേ പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് അള്ളാഹുവിനെ കാണണമെങ്കിൽ അള്ളാഹു തആല ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടണം. ഏറ്റവും അള്ളാഹു തആല ഇഷ്ടപ്പെട്ട ആരാ? അപ്പൊ മുത്തുനബി നമ്മൾ സ്നേഹിക്കണ്ടായോ? ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുമ്പോ എങ്ങനെ വേണം നമ്മള്? നബിയെ സ്നേഹിക്കുന്ന കൊണ്ട് സ്വലാത്ത് ചെല്ലുക, നബിയുടെ മദ്ഹുകൾ പറയുക. നബിയുടെ മദ്ഹുകൾ എന്ന് പറയുന്നതാ നബിയെ പുകഴ്ത്തി പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിച്ച അതായത് അള്ളാഹു തആല ലോകത്ത് ആദ്യമായി സൃഷ്ടിച്ച എന്തിനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശത്തെയാണ്. ആരെയാ സൃഷ്ടിച്ചത്? ആ പ്രകാശം സൃഷ്ടിച്ചതിന് ശേഷമാണ് ആദം നബി അള്ളാഹു തആല എന്ത് ചെയ്യുന്നത്? സൃഷ്ടിക്കുന്നത്. ആ പ്രകാശത്തെ എവിടെ നിക്ഷേപിച്ചു? ആദം നബിയിൽ നിക്ഷേപിച്ചു. ആ പ്രകാശം ഇങ്ങനെ സഞ്ചരിച്ച് വന്നു, അബ്ദുല്ലാഹിൽ എത്തിച്ചു. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അൻഹുവിൽ നിന്ന് ആമിന ബീവിയിലൂടെ ാണ് ആര് ജനിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ പ്രകാശം എന്തായി? പൂർണ്ണമായി അല്ലേ? ആ പ്രകാശം പൂർണ്ണമായി. ആ പൂർണ്ണമായ പ്രകാശത്തെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്, മുത്തുനബിയെ. ആ മുത്തുനബി എത്ര വർഷം ഇവിടെ ജീവിച്ചു? 63 വർഷം. 40 വർഷം കഴിഞ്ഞപ്പോഴാണ് അള്ളാഹു തആല പ്രവാചകത്വം നൽകുന്നത്. പിന്നെ 23 വർഷമാണ് നബി ജീവിച്ചത്. എത്ര വർഷമാണ്? 10 വർഷം എവിടെയാണ്? 13 വർഷം മക്കത്തും 10 വർഷം മദീനത്തും. അതായത് 40 വർഷം ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദൗത്യം, അതായത് ഞാൻ നബിയാണെന്ന് പറഞ്ഞതോടുകൂടി ആ ഏറ്റവും സ്നേഹിച്ച് നബിയെ അംഗീകാരത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു പേര് തന്നെ നൽകി. ഏത് പേരാ നബിക്ക് കിട്ടിയ പേര്? മുഹമ്മദ് എന്നാണെങ്കിലും അൽ അമീൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്താ വിളിച്ചത്? സത്യസന്ധൻ എന്ന് വിളിച്ച ആളായിരുന്നു. പക്ഷേ നബിയാണെന്ന് പറഞ്ഞുകൂടി എല്ലാവരും എന്താ നബിയെ എതിർത്തു ഇല്ലയോ? നബിയെ ആ സത്യസന്ധനുള്ള സ്ഥാനമൊക്കെ അവർ കളഞ്ഞു കുളിച്ച് സംസാരിച്ചു അല്ലേ? അങ്ങനെ നബി ഒരുപാട് ബുദ്ധിമുട്ടിച്ചവരാണ് ആരെ? മക്കക്കാര് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങോട്ടാ പിന്നെ പോയത്? ഹിജ്റ പോയത്. മദീനയിലേക്കുള്ള യാത്രയ്ക്ക് പറയുന്ന പേരെന്താ? ഹിജ്റ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ ചെയ്യുന്നപ്പോൾ മദീനക്കാർ സ്വീകരിച്ച ആ നിലപാടാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. മനസ്സിലായോ പറഞ്ഞേ? നബിയെ സ്നേഹിച്ച് എങ്ങനെയാണെന്നറിയോ? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ലോകത്ത് ഇസ്ലാമിൽ നല്ലവണ്ണം സ്വീകരിച്ച ആരാന്ന് ചോദിച്ചാൽ ആരാ? മദീനക്കാർ. ഇസ്ലാമിനെ നല്ലോണം സ്വീകരിച്ച ആരാ? മദീനക്കാരെ സ്വീകരിച്ച എങ്ങനെയാണെന്നറിയോ? പാട്ട് പാടിയാ സ്വീകരിച്ചത്. എങ്ങനെയാ സ്വീകരിച്ചത്? ആ പാട്ട് നമുക്കറിയാം. ഏത് പാട്ടാ? തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിത ബിൽ അംരിൽ മുതാഇ ലിതശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇ. കണ്ടോ മദീനക്കാർ എങ്ങനെയാ സ്വീകരിച്ചത്? പാട്ട് പാടി. അതുകൊണ്ട് അല്ലാഹു തആല കൊടുത്ത നിഅമത്ത് എന്താണെന്നറിയോ? അതിന്റെ ശ്രേഷ്ഠത എന്താണെന്നറിയോ? അതിന്റെ പവർ എന്താണെന്നറിയോ? മദീന എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ആദ്യത്തെ പേരെന്താണെന്നറിയോ? യസിരിബ് എന്നായിരുന്നു. എന്തായിരുന്നു? യസിരിബ് എന്നായിരുന്നു. ആ രാജ്യത്ത് എപ്പോഴും അരാജകത്വങ്ങളായിരുന്നു. എന്താ പറയാ? രോഗങ്ങളും കഷ്ടപ്പാടും വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച രാജ്യമായിരുന്നു. ഏത് രാജ്യം? ആ രാജ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നതോടെ അല്ലാഹു തആല ആ പട്ടണത്തിന്റെ പേരങ്ങ് മാറ്റി
മദീനത്തുൽ മുനവ്വറ എന്നാക്കി. എന്താക്കി? കണ്ടോ? പാട്ടുപാടി സ്വീകരിച്ചതിന്റെ ഗുണം മനസ്സിലായല്ലോ. അവിടെ അല്ലാഹു തആല സ്വർഗത്തോപ്പും കൊടുത്തു. എന്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ പറയാ? സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ എവിടെയാണത്? മദീനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലത്തിന്റെ പേരെന്താ? റൗളത്തും മിൻ റിയാദിൽ, സ്വർഗത്തോപ്പെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കാൻ പോയ മിമ്പറുണ്ട്, അത്രയും സ്ഥലം അല്ലാഹു തആല എന്താക്കി മാറ്റി? സ്വർഗത്തോപ്പാക്കി. കണ്ടോ? പാട്ടുപാടി സ്വീകരിച്ചതിന് കൂടെ മനസ്സിലായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടാണ് നമ്മൾ ഈ പാടാൻ പോണത്. ഇനി നമ്മൾ ചെല്ലാൻ വന്ന ബെയ്ത്ത് എന്തുവാ? നബിയെ പുകഴ്ത്തിക്കൊണ്ടുള്ളൊരു ബെയ്ത്തുവാ ചെല്ലാൻ പോലെ ഇല്ലയാ. ആ ബെയ്ത്ത് നിങ്ങൾ 3 പേരും കൂടെ ഒന്ന് ചെല്ലി തുടങ്ങണം. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എല്ലാ വീട്ടിലും എന്തോ നമ്മൾ ഈ മൗലിദ് പാരായണം ചെയ്യണം. ഒരു ഹിക്കായത്തെങ്കിലും ചെല്ലണം, ഒരു ബെയ്ത്ത്. ഇതൊക്കെ കാണാതെ നമ്മൾ പഠിക്കണം. നമ്മുടെ മുൻഗാമികളൊക്കെ ഇതൊക്കെ അവർക്ക് കാണാപ്പാടമായിരുന്നു, നമ്മളും പഠിക്കണ്ടേ? അവർക്ക് എപ്പോഴും നല്ല സന്തോഷമായിരുന്നു, നല്ല സമാധാനമായിരുന്നു. എപ്പോഴും മനസ്സിലൊക്കെ എന്താക്കും? ഒരു വിഷമോ ടെൻഷനോ ഒന്നുമില്ല. എന്തിലായിരുന്നു അവര്? ഇതൊക്കെ ഓതിയും പറയുകയൊക്കെ ചെയ്യുന്ന വീടുകളായിരുന്നു ആ വീട്ടിൽ. മനസ്സിലായോ? എപ്പോഴും അവർക്ക് എപ്പോഴും രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇടങ്ങേറുകളോ ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് പുതിയ പുതിയ രോഗങ്ങളും പുതിയ പുതിയ പ്രശ്നങ്ങളും ഇങ്ങനെ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇല്ലയോ? ഇതൊക്കെ മാറാനൊക്കെ വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് നമുക്ക് മാതൃകാപുരുഷന്മാരായ മഹാന്മാരായ ഉസ്താദന്മാരെ എഴുതി തന്നതാണ്. ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതാണ്. ഇതൊക്കെ നമ്മൾ ചെല്ലണോ ചെല്ലണ്ടയോ? ഇൻഷാ അല്ലാഹ് ചെല്ലുമല്ലോ എല്ലാവരും. നമുക്ക് നല്ല രീതിയിൽ മൗലൂദ് പഠിക്കണം. നമുക്ക് തുടങ്ങാം. നമുക്ക് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി അന്ത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ ബാശിറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി അന്ത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي أنت منجينا غدا من شفاعتك السفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي ارتكبت على الخطا غير حسر وعداد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي إننا نرجو إلى كأس حولك للعطاش يوم نشر كتاب يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وغلنا إلا يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي اللهم صل وسلم وبارك عليه